ഇന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നിൽക്കുന്നത് റബ്ബർ തോട്ടത്തിൽ നിന്ന് മാറി ഒരു റംബൂട്ടാൻ തോട്ടത്തിലാണ്. എന്താണ് റംബൂട്ടാൻ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും തേനീച്ച കൊണ്ട് തേനെടുക്കുക എന്നുള്ളൊരു ഉപയോഗത്തിൽ ഉപരി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് പരാഗണം. കാരണം തേനീച്ചകൾ ഈ ലോകത്തില്ലെങ്കിൽ 3-4 വർഷം കൊണ്ട് മനുഷ്യകുലം തന്നെ ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. കാരണം അത്രത്തോളം മനുഷ്യന് വേണ്ടിയിട്ട് പ്രയോജനം ചെയ്യുന്ന ഒരു ഷഡ്പദമാണ് തേനീച്ച. അത് അതിൻ്റെ കാരണം ഇതാണ്. അതായത് നമ്മളുടെ പ്രകൃതിയിലുണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഏതാണ്ട് 80% പരാഗണം നടത്തുന്നത് തേനീച്ചകൾ വഴിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കാണ്, ഞാൻ പറഞ്ഞതല്ല. 4 വർഷം തേനീച്ചയെ ഭൂലോകത്ത് നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഭൂലോകം നിന്ന് മനുഷ്യൻ തുടച്ചു നീക്കപ്പെടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമാണ് ഈ തേനീച്ചയ്ക്കുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഈ റംബൂട്ടാൻ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. റംബൂട്ടാൻ തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരാഗണത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഇത് തേനീച്ചയെ വയ്ക്കാനായിട്ട് പലരും പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ആളുകൾ റംബൂട്ടാൻ തോട്ടത്തിൽ വയ്ക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു അനുഭവങ്ങളുണ്ട്. അപ്പോൾ റംബൂട്ടാൻ തോട്ടത്തിൽ വയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. റബ്ബർ തോട്ടത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് അടുത്തടുത്ത് നമുക്കിത് വയ്ക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഈ റംബൂട്ടാൻ്റെ തോട്ടത്തിൽ വയ്ക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ വെയിൽ കൊള്ളാത്ത രീതിയിൽ അതിൻ്റെ സൗകര്യം നോക്കി വയ്ക്കണം. പിന്നെ റംബൂട്ടാന് നല്ല അകലത്തിലാണ് റംബൂട്ടാൻ തൈകൾ വയ്ക്കണം. ശരിക്കും ഒരു 40 അടി അകലമൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ അത്രയും അകലമൊന്നും വെച്ചിട്ടില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം അകലത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ വീട്ടിൽ ഓരോന്നേ വയ്ക്കാൻ പറ്റുള്ളൂ. ഒരു റംബൂട്ടാൻ്റെ വീട്ടിൽ ഓരോന്നേ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് അകലം വയ്ക്കേണ്ട അവസ്ഥ വരും. നമുക്ക് ചെയ്യാൻ നേരത്ത് ഈ സാധനങ്ങൾ കൊണ്ടെടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. തോട്ടങ്ങളിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊമ്പുകളൊക്കെ അടിക്കൊമ്പ് കണ്ടോ ഒക്കെ താന്നാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ തലയിലേക്കൊക്കെ നന്നായിട്ട് കൊമ്പ് അടിക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് തന്നെ ഒരു 3-4 പ്രാവശ്യം എൻ്റെ തല ആ കൊമ്പെ കൊണ്ട് ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള തടസ്സങ്ങൾ കുറച്ച് നമുക്ക് ഈ റംബൂട്ടാൻ തോട്ടത്തിൽ വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മളും വയ്ക്കാനുള്ള താല്പര്യപ്പെടുന്ന മെയിനായിട്ടുള്ള കാരണം പൂമ്പൊടിയാണ്. ഇവർക്ക് ആവശ്യത്തിനുള്ള പൂമ്പൊടി ഈ റംബൂട്ടാൻ പൂക്കുന്ന സമയത്ത് നന്നായിട്ട് പൂമ്പൊടി ഇവർക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു വലിയ ഘടകമാണ്. പൂമ്പൊടിയാണ് ഇവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും വേണ്ട ഒരു സാധനം. അപ്പം അത് കിട്ടുമെന്നുള്ളൊരു കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ റംബൂട്ടാൻ തോട്ടത്തിൽ കൂടുതലും അങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ആവശ്യം ഇപ്പോൾ റംബൂട്ടാൻ തോട്ടത്തിൽ വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അടുത്തുള്ള ഏതെങ്കിലും തോട്ടത്തിൽ ഇരുന്നാലും ഇവിടെ വന്ന് പൂമ്പൊടി കളക്ട് ചെയ്യും. പക്ഷെ എന്നാലും തോട്ടത്തിൽ ഇരിക്കുമ്പോൾ ഉള്ളിടത്തോളം കളക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരിക്കലും. അത്രയും ദൂരം പോയിട്ട് വേണ്ടേ. അപ്പോൾ അത്രയും സ്പീഡപ്പായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നും നമ്മൾ അടിപ്പറ്റി ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും മുകളിൽ തേനെടുക്കാൻ വേണ്ടിയിട്ട് തേനിൻ്റെ സൂപ്പർ ചേമ്പറിൽ നിന്ന് ഹണി ചേമ്പറിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഈച്ചയൊക്കെ മാറ്റി തേനെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈച്ചയെ സ്മോക്ക് ചെയ്ത് കൂടി മാറ്റുന്നതാണ്. ഈ തോട്ടത്തിലെ ഫസ്റ്റ് തേൻകളാണ്. പ്രകൃതിയായിട്ട് തേൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അമ്മ തേൻ കറക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. എക്സ്ട്രാക്ട് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നു. എക്സ്ട്രാക്ടറിൽ വെച്ച് കറക്കി ചെത്തി കറക്കി റെഡിയാക്കി ഇതിനകത്ത് നിന്ന് ഈ ഒരു സൂപ്പറിൽ നിന്ന് 5 ഫ്രെയിം നമ്മൾ എടുത്തു. വളിയുടെ സീലിംഗായ ഭാഗങ്ങൾ ചെത്തി തേനെടുക്കുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെത്തിയ ശേഷം അത് എക്സ്ട്രാക്ടറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അവിടെ നടക്കട്ടെ, ഇത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമുക്ക് തേനെടുത്തതിൻ്റെ നമുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാനൊക്കെ വെച്ച് കൊടുക്കാം.
തേനെടുക്കാൻ പുതിയൊരാളുകളെ ഉണ്ട് കേട്ടോ. മോക്ക് പഠിത്തമില്ലാത്തതുകൊണ്ട് മോളൊന്നും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പം അത് വെച്ച് കൊടുത്ത് നമ്മൾ വെച്ചിട്ട് കൊടുക്കുകയാണ്. വെള്ളം വച്ച് കഴിഞ്ഞു. അപ്പോൾ അത് കറക്റ്റ് എടുക്കാൻ പോവുകയാണത്. കറക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി പാളി എടുത്ത് സൂപ്പറിലേക്ക് വെക്കുകയാണ്. തേനൊക്കെ തീർത്തും ചാടിയിട്ടുണ്ട്. ഈ മെഴുകായതുകൊണ്ട് ഒരുവിധം അങ്ങനെ തേൻ അധികം പിടിച്ചിരിക്കില്ല. പെട്ടെന്ന് തേൻ ഊർന്ന് പോരും. ഒരുപാട് കറക്കേണ്ട ആവശ്യം വരില്ല. നന്നായിട്ട് പെട്ടെന്ന് തേൻ പോരും.